ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പല സ്റ്റേജസിലൂടെയാണ് ബിസിനസ് മുന്നോട്ട് പോവുക. നോർമൽ കേസിലൊരു ബിസിനസ് 6 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നുണ്ടാവുക. അടുത്ത ഒരു വർഷം ആ ബിസിനസ് പോകാനുള്ള ഫണ്ട് അവരെ കയ്യിൽ എപ്പോഴും ലിക്വിഡായിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഇത് ശരിക്കും എല്ലാ ബിസിനസ്സുകാരും നല്ലവണ്ണം പഠിക്കണം. നമ്മളെ ബിസിനസ് ഏത് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് അടുത്ത സ്റ്റേജിലേക്ക് എത്താനുള്ള സ്ട്രാറ്റജി മേക്ക് ചെയ്യണം. ഫിനാൻഷ്യൽ സ്ട്രഗ്ലിംഗ് സ്റ്റേജസ് ആണ്. സ്ട്രഗ്ലിംഗ് സ്റ്റേജ്. ആ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പോലും നമ്മളെ കയ്യിലേക്ക് ഫണ്ട് വരുന്നുണ്ടാവില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും, ഏത് സ്ട്രാറ്റജീസ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സിന് വിൽക്കണമെന്ന് അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാം. അവർക്ക് പണം ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക ചെയ്യാം. അബണ്ടൻസ്, സമൃദ്ധിയായിരിക്കും. കാരണം അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പണം വീണ്ടും പണമാക്കുക ചെയ്യുന്നത്. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. മുഖവരയുടെ ഒരു ആവശ്യവുമില്ല. എല്ലാ ആഴ്ചകളിലും നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളാണ് സയ്യിദ് ഭായി. അപ്പോൾ നമുക്കൊരു മുഖവര ഇല്ലാതെ ഡയറക്റ്റ് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡിലാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് സ്ഥാപനം ഏതൊക്കെ സാമ്പത്തിക ഫിനാൻഷ്യൽ സെക്ടറിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു ബിസിനസ് സ്ഥാപനം? ഓക്കെ ബാക്ക, ഇപ്പോൾ ശരിക്കും ഒരു ബിസിനസ് പല ഫിനാൻഷ്യൽ സ്റ്റേജസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഒരു വ്യക്തി ജീവിതത്തിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലേ ചിലപ്പോൾ ചില ആൾക്കാർ ഒരു പക്ഷേ വളരെ മോശം ഫിനാൻഷ്യൽ അവസ്ഥയിലൂടെ കടന്നു പോകും. ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ സ്കില്ല് നേടിയിട്ട് നല്ല ജോലിയോ നല്ല ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി സമ്പത്ത് കിട്ടും. കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല സമ്പത്തിലേക്ക് പോകുന്നുണ്ടാവും. ഇങ്ങനെ തന്നെയാണ് ശരിക്കും ഒരു ബിസിനസ്സിൻ്റെയും മുന്നോട്ടുള്ള യാത്ര ഉണ്ടാവുക. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പല സ്റ്റേജസിലൂടെയാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നത്. നോർമൽ കേസിലൊരു ബിസിനസ് 6 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നുണ്ടാവുക. 6 സ്റ്റേജിലൂടെയാണ് കടന്നു പോവുക. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ബിസിനസ്സുകളും ഉണ്ടാവും. ഞാൻ ഏതാ അവസ്ഥയിലാണെന്ന് അറിയാൻ വേണ്ടി. ബാക്കി ഒന്നാമത്തെ ബിസിനസ്സിൻ്റെ സ്റ്റേജാണ് ഫിനാൻഷ്യൽ സ്ട്രഗ്ലിംഗ് സ്റ്റേജസ് ആണ്. സ്ട്രഗ്ലിംഗ് സ്റ്റേജ്. ആ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പോലും നമ്മളെ കയ്യിലേക്ക് ഫണ്ട് വരുന്നുണ്ടാവില്ല. പല ബിസിനസ്സുകളുടെയും പ്രോബ്ലം അതാണ്. ഓരോ മാസത്തിലെ ഓപ്പറേഷണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പോലും ആ മാസം അവർക്ക് ഫണ്ട് കിട്ടുന്നില്ല. അവരുടെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനോ അവരുടെ ഓപ്പറേഷണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനൊന്നും ഫണ്ട് വരാതെ ഓരോ മാസവും തള്ളി നീക്കി മുന്നോട്ട് പോകുന്ന പല ബിസിനസ്സുകളും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ബിസിനസ്സുകളെ നോർമലി ഫിനാൻഷ്യൽ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ പോകുന്ന ബിസിനസ്സുകൾ എന്നാണ് നമ്മൾ പറയാം. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സ്റ്റേജസ് ആണ്. ഈ സ്റ്റെബിലിറ്റി സ്റ്റേജിന്റെ പ്രത്യേകത ബിസിനസിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ആ ഒരു പെർട്ടിക്കുലർ മന്തിൽ അവർക്ക് ഫണ്ട് വരുന്നുണ്ടാവും. മന്തിലോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഒക്കെ ഫണ്ട് വരുന്നുണ്ടാവും. ഇപ്പോൾ സാലറി, റെന്റ്, ഇലക്ട്രിസിറ്റി പോലത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസിന്റെ അഡ്വർടൈസ്മെന്റ് പോലത്തെ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡിൽ മീറ്റ് ചെയ്യേണ്ട ലയബിലിറ്റീസ് ഒക്കെ കൊടുക്കാനുള്ള ഫണ്ട് അവർക്ക് അതാത് മാസം സെയിൽസിലൂടെയും മറ്റു റവന്യൂയിലൂടെയും അവർക്ക് കയറി വരുന്നുണ്ടാവും. മനസ്സിലായി. ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ബിസിനസ്സുകളെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സ്റ്റേജിലൂടെ പോകുന്ന ബിസിനസ്സുകൾ എന്ന് പറയാം. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലൂടെ. ഓക്കെ. ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം സ്റ്റേജിലൂടെ പോകുന്ന കമ്പനികളാണ്. ഇത് ശരിക്കും എല്ലാ ബിസിനസ്സുകാരും നല്ലവണ്ണം പഠിക്കണം. നമ്മളെ ബിസിനസ് ഏത് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് അടുത്ത സ്റ്റേജിലേക്ക് എത്താനുള്ള സ്ട്രാറ്റജി മേക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ബിസിനസ് എന്നും ആ ഒരു പ്രശ്നത്തിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ടാവും. ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇബാക്ക അവർക്ക് ഫണ്ട് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അടുത്തൊരു 3 മാസമോ അല്ലെങ്കിൽ അടുത്തൊരു 4 മാസമോ അല്ലെങ്കിൽ അടുത്തൊരു 5 മാസമോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ബിസിനസ് മുന്നോട്ട് പോകുന്ന കമ്പനികളെയാണ് നോർമലി ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള കമ്പനികളെന്ന് നമ്മൾ നോർമലി പറയാം. ഓക്കെ. എന്നാൽ അടുത്ത 4ാമത്തെ സ്റ്റേജാണ് ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ഉള്ള ബിസിനസ്സുകൾ എന്ന് പറയും. നോർമലി ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ഉള്ള ഒരു ബിസിനസ്സിന്റെ പ്രത്യേകത അടുത്ത ഒരു വർഷം ആ ബിസിനസ് പോകാനുള്ള ഫണ്ട് അവരെ കയ്യിൽ എപ്പോഴും ലിക്വിഡായിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഒരു ഫണ്ട് പോലും ആ ബിസിനസ്സിൽ വന്നില്ലെങ്കിൽ പോലും ഒരു പ്രശ്നവുമില്ല. അടുത്ത ഒരു വർഷം അവർക്ക് പോകാനുള്ള ഫുൾ കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള സ്റ്റേജിലൂടെ കടന്നു പോകുന്ന കമ്പനികളെയാണ് ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ഉള്ള കമ്പനികൾ എന്ന് പറയാം. ഒരു ബിസിനസ് ശരിക്കും ധാരാളം സ്ട്രാറ്റജീസ് മേക്ക് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു വർഷം അങ്ങോട്ട് പോകാനുള്ള ഫണ്ട് എപ്പോഴും കീപ്പ് ചെയ്തിട്ട് വേണം പോകാൻ.
അപ്പോൾ എന്നെ പോലത്തെ ഫിനാൻഷ്യൽ കൺസൾട്ടിങ്ങും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്ന ആൾക്കാർ പൊതുവേ ഓണ്ടർപ്രണേഴ്സിനോട് പറയാറുള്ളത്, ഒരു വർഷം നമ്മളെ ബിസിനസ്സിലെ ഓപ്പറേഷണൽ എക്സ്പെൻസും ഒരു വർഷം നമുക്കുള്ള ലാബിലിറ്റീസൊക്കെ ഷോർട്ട് ടേം ലാബിലിറ്റീസൊക്കെ മീറ്റ് ചെയ്യാൻ ഉള്ള ഫണ്ട് നമ്മൾ കൃത്യമായിട്ടും കീപ്പ് ചെയ്തിട്ട് വേണം നമ്മളെ ബിസിനസ് എപ്പോഴും മുന്നോട്ട് പോകാനായിട്ട്. ഇനി അടുത്തൊരു സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സ്റ്റേജാണ് അടുത്ത സ്റ്റേജ്. ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേഷൻസിലൂടെ അല്ലാതെ കോർ ആക്ടിവിറ്റീസിലൂടെ അല്ലാതെ അവർക്ക് വേറെയും കുറേ ഫണ്ടുകൾ വരുന്നുണ്ടാവും. ഇപ്പോൾ ഇവാക്ക നമ്മൾ കൃത്യമായിട്ടൊരു ബിസിനസ്സിൻ്റെ പർപ്പസ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും ബിസിനസ് നല്ലപോലെ പണം ഉണ്ടാക്കി ക്യാഷ് ഫ്ലോ ഉണ്ടാക്കി ആ ക്യാഷ് ഫ്ലോ നമ്മൾ ബണ്ടിലാക്കി സൂക്ഷിച്ച് അത് സേവ് ചെയ്ത് അത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിട്ടേൺസ് വാങ്ങുന്ന കമ്പനീസ് ആണല്ലോ ശരിക്കും എപ്പോൾ ഈ ഒരു വെൽത്തി ആയിട്ടുള്ള കമ്പനി എന്ന് പറയുക. ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഒക്കെ പ്രത്യേകത അവരുടെ ബിസിനസ്സിൽ ഇനി ഒരു 3 കൊല്ലോ 4 കൊല്ലോ ഓപ്പറേഷൻസിലൂടെ അല്ലെങ്കിൽ അവരുടെ കോർ ആക്ടിവിറ്റീസിലൂടെ ഒരു ഫണ്ടും വന്നിട്ടില്ലെങ്കിലും അത്തരം കമ്പനികൾക്ക് വേറെ കുറേ കമ്പനികളുടെ ഷെയറിലും വേറെ കമ്പനിയുടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റിലും അവർക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ആയിട്ട് മറ്റ് പ്രോപ്പർട്ടീസ് അവർക്ക് ഉണ്ടാവും. അവർക്ക് മറ്റു മേഖലകളിലൂടെ ധാരാളം റിട്ടേൺസ് വരുന്നുണ്ടാവും. അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് ഒരു ഫണ്ടും അടുത്തൊരു 3 വർഷം 5 വർഷം അവരുടെ ആക്ടിവിറ്റീസിലൂടെ ഇല്ലെങ്കിൽ പോലും അവർക്ക് സുഖമായിട്ട് ആ കമ്പനി റണ്ണാവാനുള്ള ഫണ്ടും അല്ലാത്ത ഫണ്ടുകൾ അവർക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കമ്പനി ആകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവർക്ക് ഓപ്പറേഷണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ടിനെ കുറിച്ചുള്ള പേടിയില്ല. കൂടുതൽ സ്ട്രാറ്റജീസ് മേക്ക് ചെയ്യുന്നു, ട്രെൻഡിനനുസരിച്ച് ബിസിനസ് മാറ്റുന്നു, ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ കൂട്ടുന്നു. അവർക്ക് എന്ത് വേണമെങ്കിലും ഏത് സ്ട്രാറ്റജീസ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സിന് വിൽക്കണമെന്ന് അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാം. പലപ്പോഴും ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്ങും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഒക്കെ ഉള്ള കമ്പനികൾക്ക് ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സിന് വിൽക്കണം എന്നുള്ള ഡിസിഷൻ പോലും എടുക്കാൻ പറ്റൂല. കാരണം എങ്ങനെങ്കിലും ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ ആരെങ്കിലും നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടോ സർവീസ് വാങ്ങിയിട്ടോ ബിസിനസ് മുന്നോട്ട് പോകേണ്ടി വരും. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജിൽ പോകുന്ന കമ്പനികൾക്ക് തങ്ങളുടെ കസ്റ്റമേഴ്സ് ആരാകണം എന്നുള്ളത് വരെ കൃത്യമായിട്ടും ഡിസൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന കമ്പനിയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സ്റ്റേജിലൂടെ പോകുന്ന കമ്പനീസ് എന്ന് പറയും. ഇനി അടുത്ത സ്റ്റേജ് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അബണ്ടൻസ് സ്റ്റേജിലൂടെ പോകുന്ന കമ്പനീസാണ്. അവർക്ക് പണം ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക ചെയ്യാം. അബണ്ടൻസ് സമൃദ്ധിയായിരിക്കും. കാരണം അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പണം വീണ്ടും പണമാക്കുക ചെയ്യുന്നത്. പണം വരുന്നു, എഗെയിൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് റിട്ടേൺസ് കിട്ടുന്നു, ആ റിട്ടേൺസ് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവർക്ക് പണത്തെ കൂട്ടി കൊണ്ടുവരുന്ന കമ്പനീസ് ആയിരിക്കും അത്തരം കമ്പനീസ്. വേൾഡിലെ നമ്പർ 1 ബ്രാൻഡുകളായിട്ടുള്ള ടെസ്ല ആവട്ടെ, ആമസോൺ ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, മെറ്റ ആവട്ടെ, ഏത് കമ്പനീസ് എടുത്താലും, ഇപ്പം നൈക്കി പോലത്തെ കമ്പനീസ് എടുത്താലും, ലോകത്തിലെ ഏത് ബ്രാൻഡഡ് കമ്പനീസ് എടുത്താലും, ഈവൻ നമ്മളുടെയൊക്കെ അഭിമാനകരമായ നമ്മുടെ യൂസുഫ് ഖലീഫയുടെ ലുലു ആവട്ടെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അബണ്ടൻസ് സ്റ്റേജിലൂടെ പോകുന്ന കമ്പനീസാണ്. അപ്പോൾ പൊതുവേ ഞാൻ പറയാറുള്ളത്, നമ്മളുടെ ബിസിനസ് അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ കോൺഫിഡൻസിലൂടെയെങ്കിലും നമുക്ക് പോകാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ കോൺഫിഡൻസ് സ്റ്റേജിലെങ്കിലും നമുക്ക് പോകാൻ പറ്റണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിന് അടുത്ത 1 വർഷം മുന്നോട്ട് പോകാനുള്ള കംപ്ലീറ്റ് ഫണ്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മളെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന 1ാമത്തെ സ്റ്റേജിലുള്ള കമ്പനി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് പെട്ടെന്ന് എത്തണം. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുള്ള കമ്പനിയാണെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള സ്റ്റേജിലേക്ക് എത്തണം. ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ നമ്മളെ കമ്പനി മുന്നോട്ട് പോകാൻ നമ്മൾ ട്രൈ ചെയ്യരുത്. നമ്മളെപ്പോൾ മിനിമം നമ്മളെ ബിസിനസ് ഫിനാൻഷ്യൽ കോൺഫിഡൻസ് എങ്കിലും നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ നല്ല പ്രോഫിറ്റും നല്ല ക്യാഷ് ഫ്ലോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഓഡിയൻസ് ഒബ്വിയസ്ലി ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഓഡിയൻസ് ആയിരിക്കുമ്പോൾ അവരൊന്ന് ഇവാലുവേറ്റ് ചെയ്യട്ടെ, നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണ്. എല്ലാ ആളുകളും നിങ്ങൾ അവസാനം പറഞ്ഞ ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്ക് എത്തട്ടെ. തീർച്ചയായിട്ടും എല്ലാ ബിസിനസ്സുകാർക്കും എത്താൻ പറ്റട്ടെ നമുക്ക് ആശംസിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിനാൻസ് ആണ്. അത് സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ആൾക്കാരെ വിളിക്കും, നമ്പർ കൊടുക്കാം. തീർച്ചയായും ഓരോ എപ്പിസോഡും നമുക്ക് ഇതേപോലെ ത്രില്ലിംഗ് ആക്കണം. ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞത്. അപ്പോൾ എന്തായാലും സൈദിനെ കുറിച്ച്
പറയേണ്ട കാര്യമില്ല, നിങ്ങൾ അറിയാലോ. Okay. ഈ ടാസ്ക് ആക്ച്വലി അതെന്താ ടാസ്ക് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ? ശരിക്കും ടാസ്ക് ബിസിനസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് കീഴിൽ നമ്മൾ 3 ആക്ടിവിറ്റീസ് സൈബാക്ക ചെയ്യുന്നത്. ഒന്ന് പ്രൊഫഷണൽസിനുള്ള ട്രെയിനിങ് ആണ്. പ്രൊഫഷണൽസിലുള്ള ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു അക്കൗണ്ട്സ് മാനേജർ ആവാൻ അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻസ് മാനേജർ ആവാനുള്ള ട്രെയിനിങ് ആണ്. ഇപ്പോൾ നമ്മളെ ട്രെയിനിങ് ഇപ്പം നമ്മൾ ഓൺലൈനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. സൂം പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രെയിനിങ് ഉള്ളത്. ഈ ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത ലോകത്ത് ഏത് ദിക്കിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മിഡിൽ ഈസ്റ്റൊക്കെയുള്ള എത്രയോ 10 വർഷം 15 വർഷം 16 വർഷം 20 വർഷം വരെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എത്രയോ ആൾക്കാർ ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല BCom BBA MCom MBA കഴിഞ്ഞ ആൾക്കാർക്ക് CS CMS CS പോലത്തെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവർക്കൊക്കെ ഈ കോഴ്സിലേക്ക് വരാം. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അക്കൗണ്ട്സ് മാനേജറായിട്ടോ നല്ലൊരു ഫിനാൻസ് മാനേജറായിട്ടോ ഏത് കമ്പനിയിലും പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത് നമ്മളെ ടാസ്കിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിറ്റിംഗ് ആൻഡ് ബിസിനസ് കൺസൾട്ടിംഗ് ആണ്. നമ്മൾ പ്രീമിയം കൺസൾട്ടിങ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് കമ്പനീസിന് മാത്രമേ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ആ കമ്പനിയുടെ കംപ്ലീറ്റ് വർക്കുകളായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അക്കൗണ്ട്സ്, ഫിനാൻസ്, സ്റ്റാറ്റ്യൂട്ടറി, ടാക്സേഷൻ സെഗ്മെന്റ് കംപ്ലീറ്റ് നമ്മൾ ഏറ്റെടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. മൂന്നാമത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ ഓൺടർപ്രണേഴ്സിനുള്ള ട്രെയിനിങ് ആണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ 46 ടോപ്പിക്കിൻ്റെ ബേസിൽ ഓൺടർപ്രണേഴ്സിന് നമ്മൾ 3 day വർക്ക്ഷോപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തൊരു ബിസിനസ്സുകാരൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ അക്കൗണ്ട്സിനെയും അവരുടെ ഫിനാൻസിനെയും അവരുടെ ടാക്സിനെയൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും ഒരു ഓൺടർപ്രണർ ഒരിക്കലും അക്കൗണ്ട്സ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല, ഫിനാൻസിൻ്റെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അക്കൗണ്ട്സിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ, ഫിനാൻസിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ, ടാക്സ് മാറ്റേഴ്സ് പ്രോപ്പറായിട്ട് നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ ശരിക്കും ഇത്തരത്തിലുള്ള ടോപ്പിക്കിലൊക്കെ ഒരു ഓൺടർപ്രണർ കൃത്യമായിട്ടും അവെയർ ആയിരിക്കണം. അവർ നല്ല പോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ബിസിനസ് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 3 പ്രോജക്റ്റാണ്, ഈ 3 ആക്ടിവിറ്റീസാണ് നമ്മളെ കമ്പനി ടാസ്ക് ബിസിനസ് ലേണിംഗ് എന്ന് പറഞ്ഞ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. സന്തോഷം. അടുത്ത എപ്പിസോഡ് അടുത്ത സബ്ജക്റ്റ്. താങ്ക് യു. ഓക്കെ.